ഇന്നലെ രാത്രി കേരള എക്സ്പ്രസിൽ വെച്ച് വർക്കലയ്ക്കും കടക്കാവൂരിനും ഇടയിൽ ഒരു പെൺകുട്ടിക്കുണ്ടായിരിക്കുന്ന അനുഭവം അത് സുരക്ഷിത ട്രെയിൻ യാത്രയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുന്നതായി മാറുകയാണ്. മദ്യലഹരിയിലായിരുന്നയാൾ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട 19-കാരി ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി പനച്ചമൂട് സ്വദേശിയായ സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തള്ളിയിട്ടത് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഈ സംഭവം നമ്മളൊക്കെ അറിഞ്ഞാണല്ലോ, കടക്കാവൂരിൽ വർക്കല ഈ കുട്ടി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവം. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം തോന്നിയ 2-3 വിഷയങ്ങളെപ്പറ്റി ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സംഭവത്തിൽ മദ്യത്തിൻ്റെ പഴിചാരിക്കൊണ്ട് പുരുഷനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ബീഹാരികളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഉള്ള ഒരു പൊതുബോധം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സമൂഹത്തിൽ നിന്ന് വരുന്നത് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പുരുഷൻ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്ക് നല്ലവനാണെന്നുള്ള ഒരു അഭിപ്രായം, ഈ 2-3 വിഷയത്തെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലും എല്ലായിടവും മദ്യപിച്ചാലും മദ്യപിച്ചില്ലെങ്കിലും പുരുഷന്മാർ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന സംഭവങ്ങൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. പക്ഷേ എന്ത് സംഭവത്തിന് ശേഷവും മദ്യത്തിനൊരു മദ്യത്തിൻ്റെ ഒരു കെയർ ഓഫ് പിടിച്ചുകൊണ്ട് അതിന് വലിയ ഒരു എക്സ്ക്യൂസ് കൊടുത്തിട്ട് അവരെ രക്ഷിക്കാനുള്ള ഒരു തന്ത്രപ്പാട് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മദ്യപിച്ചിട്ടായിരുന്നു ഈ സംഭവത്തിൽ മദ്യപിച്ചിട്ട് ശരിയായിരിക്കാം, മദ്യപിച്ചിട്ട് ചെയ്തത്. പക്ഷേ ക്രൈം അല്ലേ, മദ്യപിച്ചാലും മദ്യപിച്ചില്ലെങ്കിലും. അതുകൊണ്ട് ആ മദ്യപാനത്തിന് കൊടുക്കുന്ന അമിതമായിട്ടുള്ള സ്ട്രെസ്സ് അത് പുരുഷനെ കൂടുതൽ മറ്റു പുരുഷന്മാരെയും പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തുമാകാം എന്നുള്ള ഒരു ലൈസൻസ് കൊടുക്കുന്നത് പോലെയേ ഉള്ളൂ. അത് തെറ്റായ ഒരു പ്രവണതയാണ് മദ്യപാനത്തിന് സ്ട്രെസ്സ് കൊടുക്കുന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മളൊക്കെ വലിയ നല്ല ആൾക്കാരാണ്, ബീഹാരികളാണ് ക്രൈമൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി പല സംഭവങ്ങളിലും ഒരു പൊതുബോധം സമൂഹത്തിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ സംഭവത്തിലും നടന്ന ആദ്യത്തെ കുറേ നേരത്തേക്ക് ആളെ പറ്റിയുള്ള പൂർണ്ണ ഒരു ഇത് കിട്ടുന്നിടം വരെയും ബീഹാരിയാണെന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് ആളിനെ കയ്യിൽ കിട്ടി കാര്യങ്ങളെല്ലാം പുറത്ത് വന്നതിന് ശേഷമാണ് മലയാളിയായിട്ടുള്ള ഒരാളാണെന്നുള്ളത് പുറത്ത് വരുന്നത്. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവരുടെ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡൻറ്റോ ആരാണ്ടൊരു സ്ത്രീയുമായിട്ട് ഇയാളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അയാൾ പുറത്തൊക്കെ നല്ല രീതിയിലുള്ള ആളാണ് എന്നാണ്. നമുക്ക് അത് ശരിയായിരിക്കാം, അയാൾ പുറത്തൊക്കെ നല്ല രീതി, അത് പൊതുവേ നമ്മുടെ വീടിനകത്ത് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന പൊതുവേ ഉള്ള ഇതൊരു സാമൂഹിക പ്രശ്നമാണെന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പുറമേ നല്ല രീതിയിലൊക്കെ പെരുമാറുന്ന ആൾക്കാർ വീടിനകത്ത് മാത്രം ഇത്ര മോശമാകുന്നത് എന്താണ്? ഉള്ള ഭാര്യ പിണങ്ങിപ്പോയിരിക്കുന്നു, ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അവർ പിണങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇത് സമൂഹം ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പുരുഷന്മാർ സ്ത്രീകളോട്, അതായത് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന പുരുഷന്മാർക്കാണ് സമൂഹത്തിൽ അംഗീകാരമുള്ളത്. പിന്നെ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുകയും പിന്നെ വീടിനകത്ത് സമത്വത്തോടു കൂടി പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പെങ്കോന്തന്മാരാണെന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ അവരുടെ കൂട്ടായ്മയ്ക്കകത്ത് ഒരിക്കൽ നടൻ കൃഷ്ണകുമാർ ആണെങ്കിലും പറയുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണെന്ന് തോന്നുന്നു, ഒരു ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അവരുടെ പുരുഷന്മാരുടെ വൈകുന്നേരത്തെയുള്ള കൂട്ടായ്മകളിലൊക്കെ ഭാര്യമാരെ പറ്റി കൊച്ചാക്കി പറയുന്നത്, കളിയാക്കി പറയുന്നതൊക്കെ ആയിട്ടുള്ള പുരുഷന്മാർക്കാണ് അവർക്ക് അംഗീകാരം കിട്ടുന്നതെന്നാണ്. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു വിഷയമാണ് സ്ത്രീകളെ മോശക്കാരാക്കി കൊച്ചാക്കി പിന്നെ അപമാനിച്ചൊക്കെ സംസാരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇത് കിട്ടും. അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഈ വ്യവസ്ഥിതിയിൽ നിന്ന് കിട്ടുന്ന ഈ മോശം ട്രെയിനിങ്ങിലൂടെ ആയിരിക്കാം പുരുഷന്മാർ വീട്ടിലുള്ള സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നത്. അവരുടെ പുറത്തുള്ള മാന്യതയുടെ ചെരുപ്പ് അവിടെ പുറത്ത് ഞങ്ങൾ അഴിച്ചു വെച്ചിട്ടാണ് വീടുകളിനുള്ളിൽ സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ വൃദ്ധരോടും ഒക്കെ പെരുമാറുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഓരോന്ന് വളരെ സൂക്ഷ്മതലത്തിലുള്ള നമ്മുടെ ചില വിഷയങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നത്. നന്ദി.